ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പിയാണ്. ഡിന്നർ മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഒണിയൻ പറാത്ത. വലിയ കറികളുടെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റും എരിവും ഉപ്പും ഒക്കെയുള്ള നല്ലൊരു കിടലൻ സംഭവമാണ്. അപ്പോൾ ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ആദ്യം കുറച്ച് സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കസൂരി മേത്തി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ജീരകം ഏതാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പിടരുത്. ഉപ്പിട്ടെന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങും. അപ്പോൾ ഈ ചപ്പാത്തിയിൽ വെച്ച് റോൾ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് അതിന് ശേഷം വേണം ഉപ്പിടാൻ കേട്ടോ. ഉപ്പിട്ട് നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കുക. ഇതൊരു മെത്തേഡാണ്. ഈ സവാളയുടെ മിക്സ് സെൻറ്ററിൽ വെച്ച ശേഷം നന്നായിട്ട് പരത്തിയെടുക്കണം. പക്ഷെ അത് പയ്യെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ഈ സവാള നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. ഒട്ടും കട്ടി പാടില്ല. കട്ടി ഉണ്ടെങ്കിലും ഒരു മാതിരി ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളൊന്നും കുക്കാവാത്തതും അല്ലെങ്കിൽ ആ ഒരു മുരിഞ്ഞ പോലെയൊന്നും വരില്ല. അതൊരു മെത്തേഡാണ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉള്ളി നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗത്ത് കട്ട് ചെയ്യാം. ഒരു ഭാഗത്ത് കട്ട് ചെയ്തിട്ട് അത് ഒരു സൈഡിൽ കൂടെ മടക്കി വരാം. ഈ കാണുന്ന പോലെ ചെയ്താൽ മതി. സിമ്പിളാണ്. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡാവും. എല്ലായിടത്തേക്കും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇറങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് പ്രഷർ കൊടുക്കരുത്, പൊട്ടിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നോർമൽ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ നെയ്യൊക്കെ ഇട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിന് വലിയ കറികളും കാര്യങ്ങളൊന്നും വേണ്ട. ആവശ്യത്തിനുള്ള എരിവും ഉപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കസൂരി മേത്തി ഇടുന്നുണ്ട്. അതിനൊരു പ്രത്യേക ഫ്ലേവറും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറും വരുന്നുണ്ട്, ജീരകമൊക്കെ ഇടുന്നത് കൊണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുറച്ച് എരിവൊന്ന് കുറച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.